Good morning everyone. ഇന്ന് നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമെന്ന് ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. Okay. If the population of a city is 1 lakh, average water consumption is 250 LPCD, fire demand is 61 MLD, then the capacity of the distribution system ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, ആവറേജ് വാട്ടർ കൺസപ്ഷൻ തന്നിട്ടുണ്ട്, ഫയർ ഡിമാൻഡ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ കപ്പാസിറ്റി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്തറിയാം, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു, അതായത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ഓഫ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ആൻഡ് മാക്സിമം അവർലി ഡിമാൻഡ്. ഇതിൻ്റെ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ആവറേജ് ഡെയിലി ഡിമാൻഡ് ക്യൂ ആവറേജ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നേക്കുന്ന പോപ്പുലേഷൻ ഇൻറ്റു എത്ര MLD. സോ ദാറ്റ് ഈസ് 25 അല്ലേ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി 1 lakh എന്ന് തന്നിട്ടുണ്ട്. ആവറേജ് വാട്ടർ കൺസപ്ഷൻ 250 LPCD ആണ് തന്നിട്ടുണ്ട്. സോ പോപ്പുലേഷൻ ഇൻറ്റു LPCD, ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, ഈസ് 25 MLD. മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്താണ്, 1.8 into average daily demand, that is 1.8 into 25, 45 MLD. ഇനി മാക്സിമം അവർലി ഡിമാൻഡ് ആണെങ്കിലോ 2.7 ടൈംസ് ക്യൂ ആവറേജ് ആണ്, ദാറ്റ് ഈസ് 2.7 into 25, 67.5 MLD. അങ്ങനെ നോക്കിയാൽ നമ്മുടെ കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്താണെന്നും ചോദിക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 61 MLD ആണ് ഫയർ ഡിമാൻഡ് എന്ന്. സോ 61 പ്ലസ് നമുക്ക് കിട്ടിയ 45 ചെയ്തു 106 MLD. മാക്സിമം അവർലി ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിച്ചു. മാക്സിമം ഓഫ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ആൻഡ് മാക്സിമം അവർലി ഡിമാൻഡ്, ഇതിൻ്റെ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ മാക്സിമം ഓഫ് വാട്ട്, 106 അല്ലേ. 106 നിന്നും 67.5 നിന്നും ഉള്ള മാക്സിമം വാല്യൂ ഏതാ, 106 അല്ലേ. സോ ദ ആൻസർ ഈസ് 106 MLD. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോപ്പുലേഷൻ ഫിഗർ ഇൻ എ ഗ്രോയിങ് ടൗൺ ഏരിയ ഈസ് ആസ് ഫോളോസ്. ദ പ്രെഡിക്റ്റഡ് പോപ്പുലേഷൻ ഇൻ 2010 ബൈ അരിത്തമെറ്റിക്കൽ റിഗ്രഷൻ മെത്തേഡാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു ESE ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇയർ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. പ്രെഡിക്റ്റഡ് പോപ്പുലേഷൻ ഇൻ 2010 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോളം ആദ്യം ജസ്റ്റ് ഞാനൊന്ന് എഴുതി, കോളത്തിൽ എഴുതിയേക്കുന്നു. നമ്മുടെ ഇയർ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, പിന്നെ പെർ ഡീക്കേഡ് ഇൻക്രീസ്. അപ്പം ഈ ഒരു ഡീക്കേഡിൽ നിന്ന് എത്ര ഇൻക്രീസ് ആയി, ഇവിടെ നിന്ന് എത്ര ഇൻക്രീസ് ആയി, ഇവിടെ നിന്ന് എത്ര ഇൻക്രീസ് ആയി, എങ്കിലേ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ പെർ ഡേക്കേഡ് ഇൻക്രീസ് ഞാൻ എഴുതുകയാണ്. ദിസ് ഇസ് 6000. ഈ ഒരു പെർ ഡേക്കേഡ് ഇൻക്രീസ് എത്ര വരും, 7000. ഈ ഒരു ഇൻക്രീസ് എത്ര വരും, 5000. ഇത്രയും ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്നത് 2010 അതായത് പ്രെഡിക്റ്റഡ് പോപ്പുലേഷൻ ഇൻ 2010 ആണ് കണ്ടുപിടിച്ചേക്കാൻ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ആദ്യമേ എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച പെർ ഡീക്കേഡ് ഇൻക്രീസ് ആയ 6000 പ്ലസ് 7000 പ്ലസ് 5000 ബൈ 3. ഓക്കെ അല്ലേ. സോ ദാറ്റ് ഈസ് 6000. നൗ നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് P ഓഫ് 2010 ആണ്. സോ ദാറ്റ് ഈസ് P0 പ്ലസ് N എക്സ് ബാർ. എന്താണ് ഈ P0? P0 എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ഈ 2010 മുന്നേ എടുത്ത ഈ ഒരു വാല്യൂ ആണ് ഇവിടെ P0 ആയിട്ട് എടുക്കേണ്ടത്. സോ ഇനി N എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? N ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2010 പോപ്പുലേഷൻ, അതിന് തൊട്ട് മുന്നേ ഉള്ളതെന്ന് പറയുമ്പോൾ 2000 ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഞാനിവിടെ എഴുതുക P ഓഫ് 2010 ഈസ് ഈക്വൽ ടു P0 58,000 പ്ലസ് 1 ഇൻറ്റു എക്സ് ബാർ, ദാറ്റ് ഇസ്
6,000, which is equal to 64,000. Okay, 64,000. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. The population of a new city is 18.5 million. Okay, and is growing at 20% annually. 20% annually grow ചെയ്തുകൊണ്ടിരിക്കുക. How many years would it take to double the growth rate? എത്ര വർഷം എടുക്കും ആ ഒരു പോപ്പുലേഷൻ ഡബിൾ ആകാൻ? How many years would it take to double the growth rate? ആ ഒരു ഗ്രോത്ത് റേറ്റ് ഡബിൾ ആകാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം ഗ്രോത്ത് റേറ്റ് ഡബിൾ ചെയ്യുന്നു. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രോത്ത് റേറ്റ് 2 × 18.5 37 ബില്യൺ ആണെന്ന് നമുക്കറിയാം. സോ ഗ്രോത്ത് റേറ്റ് ഡബിൾ ചെയ്തു. അപ്പം നമുക്ക് എന്താണ് PN= നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എത്ര വർഷം എടുക്കും ഈ ഒരു ഗ്രോത്ത് റേറ്റ് ഡബിൾ ആകാനായിട്ട്. സോ PN= നമുക്കറിയാം P0 × 1 + R/100 the whole raised to n. Okay. Now, population of a new city 18.5 ആണ്. Growing rate 20% annually ആണ്. So, നമ്മുടെ PN എന്ന് പറയുമ്പോൾ 37. ഓക്കെ, ഗ്രോത്ത് റേറ്റ് ഡബിൾ ചെയ്തു. P0 എന്താണ് നമുക്ക് തന്നിട്ടുണ്ട് 18.5 എന്ന് തന്നിട്ടുണ്ട്. 1 + R⁻. ദേ 20% ആണ് ആനുവലി ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. 20/100 the whole raised to n. എത്ര വർഷം? ഈ n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ 37നെ 18.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഇത്ര കിട്ടും. = 1.2 the whole raised to n. n നമുക്ക് 3.8 ഇയർ കിട്ടും. ദാറ്റ് മീൻസ് 3 to 4 ഇയർ. ഓക്കെ അല്ലേ? 3 to 4 ഇയർ. ഓക്കെ. A well constructed in the uppermost water bearing stratum without entering any impervious stratum is called. നമ്മൾ ഒരു impervious stratumത്തിലേക്കും പോകുന്നില്ല. But a well is constructed in the uppermost water bearing stratum. Infiltration well ആണോ, tube well, shallow well and jack well. Okay. Well constructed in the uppermost water bearing stratum. The answer is shallow well. അങ്ങനെയാണെങ്കിൽ an infiltration gallery is a tube well with horizontal arms. Infiltration gallery is a tube well with horizontal arm. A horizontal well under the ground surface. An artesian well, a shallow well. ഏതാണ് ഒരു infiltration gallery എന്നാണ് ചോദിച്ചേക്കുന്നത്. The answer is a horizontal well under the ground surface. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു വെല്ലിൻ്റെ ടൈപ്സ്, ഇൻഫിൽട്രേഷൻ ഗാലറിയും ഇൻഫിൽട്രേഷൻ വെല്ലും ജാക്ക് വെല്ലും ഒക്കെ എന്താണെന്ന് നോക്കാം. തൽക്കാലം ഇൻഫിൽട്രേഷൻ ഗാലറി ഒരു ഹൊറിസോണ്ടൽ വെല്ലാണ് അണ്ടർ ദ ഗ്രൗണ്ട് സർഫസ് എന്ന് മനസ്സിലാക്കുക. എ വെൽ കൺസിസ്റ്റിംഗ് ഓഫ് RCC റിങ്സ് പ്ലേസ്ഡ് ഓൺ എ കർവ് സങ്ക് ഇൻ ദ ബെഡ് ഓഫ് എ റിവർ. ഒരു റിവർ ബെഡിൽ സങ്ക് ചെയ്തിരിക്കുന്നു. എങ്ങനെ? വെൽ കൺസിസ്റ്റിംഗ് ഓഫ് RCC റിങ്സ് വെച്ചിട്ട്. അതൊരു ഇൻഫിൽട്രേഷൻ വെല്ലാണോ, ജാക്ക് വെൽ, ഡീപ്പ് വെൽ ആൻഡ് ആർട്ടീഷ്യൻ വെൽ? The answer is it is an infiltration well. Okay, infiltration well ആണ് ആൻസർ. It's a shallow well constructed in series along the bank of a river. ക്വസ്റ്റ്യനിലും അങ്ങനെ ആയിരുന്നു. Placed on a curve sunk in the bed of a river. അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇൻഫിൽട്രേഷൻ ഗാലറി എന്താണ്? Horizontal or nearly horizontal tunnel, usually rectangular in cross section and having permeable boundaries so that groundwater can infiltrate into same. അപ്പോൾ ഒരു നിയർലി ഹൊറിസോണ്ടൽ ഓർ നിയർലി ഹൊറിസോണ്ടൽ ടണലാണ്. എപ്പോഴും റെക്ടാങ്കുലർ ഇൻ ക്രോസ് സെക്ഷൻ ആയിരിക്കും. പിന്നെ പെർമിയബിൾ ബൗണ്ടറീസ് സോ ദാറ്റ് വാട്ടർ ക്യാൻ ഈസിലി അതിനകത്തോട്ട് പോകാൻ പറ്റും. പിന്നെ ജാക്ക് വെൽ എന്താണ്? അങ്ങനത്തെ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫിൽട്രേഷൻ വെൽസ് കണക്റ്റഡ് ബൈ പൈപ്സ് ടു എ കളക്ടിങ് സം വെൽ. അതാണ് ജാക്ക് വെൽ. എ ഡീപ്പ് വെൽ ഈസ് easily get dried up during summer, may yield constant discharge, is not deeper than shallow well, is formed by just tapping the nearest aquifer to the ground. So, എന്താണ് ഒരു ഡീപ്പ് വെൽ എന്ന് പറഞ്ഞാൽ? ഡീപ്പ് വെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ yield a constant discharge. എന്താണെങ്കിലും ഈ ഓപ്ഷൻസിൽ ഈസിലി ഡ്രൈഡ് അപ്പ് ഡ്യൂറിങ് സമ്മർ അതല്ല. ഡീപ്പ് വെൽ അങ്ങനെയല്ല. ഇസ് നോട്ട് ഡീപ്പർ ദാൻ എ ഷാളോ വെൽ, ഒരിക്കലും അല്ല, അല്ലേ? അത് ഷാളോ വെല്ലിനേക്കാളും ഡീപ്പറാണ്.
സോ ഈ ഒരു ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് മേ yield എ കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ്. കാരണം അതൊരു അത്രയ്ക്കും ഡെപ്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അതൊരു കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് തരും. ഗ്രൗണ്ട് വാട്ടർ ഈസ് ഫ്രീ ഫ്രം സസ്പെൻഡഡ് സോളിഡ് ബട്ട് കണ്ടെയ്ൻ ഡിസോൾവ്ഡ് സോളിഡ്, free from harmful bacteria but may contain harmless bacteria, free from floating impurity but may have suspended solid, free from dissolved solid but may have colloidal solids. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ എന്താണ്? ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സസ്പെൻഡഡ് സോളിഡ് ബട്ട് കണ്ടെയ്ൻ ഡിസോൾവ്ഡ് സോളിഡ്സ്. അതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു റിവർ വാട്ടറിൽ എന്തായിരിക്കും കൂടുതൽ? സസ്പെൻഡഡ് സോളിഡ്സ് ആണോ, ഡിസോൾവ്ഡ് സോളിഡ്സ് ആണോ, അതോ ലെസ് സസ്പെൻഡഡ് സോളിഡ്സ് ആണോ? എന്തായിരിക്കും ഒരു റിവറിനകത്ത് വരിക? സോ ഇറ്റ് ഈസ് മോർ സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് ലെസ് ഡിസോൾവ്ഡ് സോളിഡ്സ് ആണ് ഒരു റിവറിനകത്ത് വരിക. ഓക്കെ, റിവറിനകത്ത് ഒരുപാട് സസ്പെൻഡഡ് സോളിഡ്സ് ആയിരിക്കും, ഡിസോൾവ്ഡ് സോളിഡ്സ് കുറവായിരിക്കും. നൗ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇംപൗണ്ടിങ് റിസർവോയർ ഈസ് റിക്വയർഡ് വെൻ. ഒരു ഇംപൗണ്ടിങ് റിസർവോയറിൻ്റെ കൺസ്ട്രക്ഷൻ എപ്പോഴാണ് നമുക്ക് വേണ്ടി വരിക? ആവറേജ് ആനുവൽ ഫ്ലോ ഇൻ സ്ട്രീം ഈസ് ലോവർ ദാൻ ആവറേജ് ഡിമാൻഡ്. ആ ഫ്ലോ അങ്ങനത്തെ ഒരു ഫ്ലോ കണ്ടീഷനിലാണോ? ദ റേറ്റ് ഓഫ് ഫ്ലോ ഇൻ ദ സ്ട്രീം ഇൻ ഡ്രൈ സീസൺ ഈസ് മോർ ദാൻ ഡിമാൻഡ്. റേറ്റ് ഓഫ് ഫ്ലോ ഇൻ ദ സ്ട്രീം ഇൻ ഡ്രൈ സീസൺ ഈസ് ലെസ് ദാൻ ഡിമാൻഡ്. റേറ്റ് ഓഫ് ഫ്ലോ ഇൻ ദ സ്ട്രീം ഇൻ ഡ്രൈ സീസൺ ഈസ് ഈക്വൽ ടു ഡിമാൻഡ്. എപ്പോഴാണ് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇംപൗണ്ടിങ് റിസർവോയർ വരുന്നത്? ഇറ്റ് ഈസ് വെൻ the rate of flow in the stream in dry season is less than demand. നമ്മുടെ സ്ട്രീമിലെ റേറ്റ് ഓഫ് ഫ്ലോ ഡ്രൈ സീസണിൽ ഡിമാൻഡിനേക്കാളും കുറയുമ്പോഴാണ് നമ്മളൊരു ഇംപൗണ്ടിങ് റിസർവോയറിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രൗണ്ട് വാട്ടറിലും റിവർ വാട്ടറിലും ഏത് ഇമ്പ്യൂരിറ്റീസാണ് കൂടുതൽ എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റിയിൽ എന്തൊക്കെ വരാം? ഇറ്റ് കോസസ് ടർബിഡിറ്റി. ടർബിഡിറ്റി വരുമ്പോഴാണ് അവിടെ ഒരു സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ഡൗട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ സോൾട്ട്, ക്ലേ, ബാക്ടീരിയ, ഇവരൊക്കെ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ദീസ് ആർ ഫൈൻലി ഡിവൈഡഡ് ഡിസ്പേർഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾ നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ. അവരാണ് കൊളോയിഡ്സ്. കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസ്, ക്ലേനേക്കാളും ചെറുതാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ അത് ഫൈൻലി ഡിവൈഡഡ് ഡിസ്പേർഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. അവർ നേക്കഡ് ഐ കൊണ്ട് വിസിബിളേ അല്ല. ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റി എന്ന് പറയാം ഇൻക്ലൂഡ് ഓർഗാനിക് കോമ്പൗണ്ട്, ഇനോർഗാനിക് സോൾട്ട്സ് ആൻഡ് ഗ്യാസസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോൾട്ടായിട്ട് എന്തൊക്കെ വരുമായിരിക്കും? സോൾട്ടിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ CaCl2 വരാം, MgCl2 വരാം അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ സോൾട്ടാണ് മെയിൻലി വാട്ടറിൽ ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്. ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് ഈ ടൈപ്പ് ഓഫ് സോൾട്ടാണ്. ഓക്കെ, എ സ്ട്രെയിറ്റ് 100 meter long raw water gravity mains is to carry water from an intake structure to the jack well of a water treatment plant. The required flow through this water main is 0.21 meter cube per second. Required flow through this water main. Allowable velocity through the main പറഞ്ഞിട്ടുണ്ട് 0.75 meter per second. Assume F 0.01, gravity G 9.81 meter per second square. The minimum gradient in centimeter per 100 meter length to be given to this gravity main so that required amount of water flows without any difficulty. നമ്മുടെ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, 2014 സെറ്റ് 1 വന്ന ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മിനിമം ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഉണ്ട്. Q നമുക്ക് തന്നിട്ടുണ്ട് 0.25 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, വെലോസിറ്റി 0.75 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് Q ഈസ് ഈക്വൽ ടു AVയിൽ Q 0.25 ഈസ് ഈക്വൽ ടു ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? π/4 d² ഇൻറ്റു വെലോസിറ്റി ഈസ് 0.75. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഡയമീറ്റർ ഈസ് 0.597 മീറ്റർ. പിന്നെ നമുക്ക് എല്ല് തന്നിട്ടുണ്ട് 100 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗ്രേഡിയൻ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇറ്റ്സ് HF ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? FLV²/2GD ആണ് അറിയാം. ഓക്കെ അല്ലേ? സോ ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതി കൊടുക്കുക. എഫ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്, ജി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്, ഇൻറ്റു ലെങ്ത് തന്നിട്ടുണ്ട് 100, വെലോസിറ്റി തന്നിട്ടുണ്ട് 0.75 സ്ക്വയർ ബൈ ഡി. ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു.
ദിസ് ഈസ് ലാർജ് ഡി 0.597. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.048 മീറ്റർ കിട്ടും. 0.048 മീറ്റർ, ദാറ്റ് ഈസ് 4.8 സെൻറ്റിമീറ്റർ. ഓക്കെ, 4.8 സെൻറ്റിമീറ്റർ. സസ്പെൻഡഡ് സോളിഡ്സ് ഷുഡ് നോട്ട് ബി പ്രസൻറ്റ് ഇൻ വാട്ടർ ബിക്കോസ് നമ്മൾ കണ്ടു സസ്പെൻഡഡ് സോളിഡ്സ് എന്താണ്, ഡിസോൾഡ് എന്താണ്, എന്തൊക്കെ കാരണം കൊണ്ടാണ് അത് വരുന്നത്, അല്ലെങ്കിൽ കൊളോയിഡൽ സോളിഡ്സ് എന്താണ്. എന്താണെങ്കിലും സസ്പെൻഡഡ് സോളിഡ്സ് ഷുഡ് നോട്ട് ബി, അത് വാട്ടറിൽ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ദേ കോസ് ടർബിഡിറ്റി, they provide absorption sites for biological and chemical agents, they are aesthetically displeasing and all of the above. So in the answer എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കാരണങ്ങളും ഉണ്ട്. ടർബിഡിറ്റി സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടാക്കും, അവർ അബ്സോർപ്ഷൻ സൈറ്റ്സ് ഫോർ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ഏജൻസ് ആണ്, ഏസ്തെറ്റിക്കലി ഒരു ഡിസ്പ്ലീസിങ് ആണ്. സസ്പെൻഡഡ്സ് ഒക്കെ കിടക്കുമ്പോഴത്തേക്ക് അതൊരു ഡിസ്പ്ലീസിങ് ആണ്. അതുകൊണ്ടാണ് അത് വാട്ടറിൽ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. Standard turbidity produced by 1 milligram of silicon dioxide in 1 liter of distilled water is called 1 JTU, 1 FTU, 1 NTU and none. So, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 JTU ആണ്. ഓക്കെ, കാരണം നമുക്കറിയാം 1 JTU എന്ന് പറഞ്ഞാൽ 1 milligram silica sand in 1 liter distilled water ആണ്. അതാണ് 1 JTU, അതായത് ജാക്സൺ ടർബിഡിറ്റി യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 NTU or FTU എന്താണ്? NTU എന്ന് പറയുമ്പോഴത്തേക്ക് നെഫലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്, നെഫലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്, അതാണ് NTU. FTU എന്ന് വെച്ചാൽ ഫോമാസിൻ ടർബിഡിറ്റി യൂണിറ്റ്, ഫോമാസിൻ ടർബിഡിറ്റി യൂണിറ്റ്. അതെന്ന് വെച്ചാൽ 1 ഫോമാസിൻ പോളിമർ ഇൻ 1 liter distilled water. The spear shaped bacteria are called spear shaped bacteria. Spirella, bacilli, cocci and trichloro bacteria. ഏതാണ് നമ്മുടെ സ്പിയർ ഷേപ്ഡ് ബാക്ടീരിയ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇറ്റ് ഇസ് കൊക്കൈ. സ്പിയർ ഷേപ്ഡ് ബാക്ടീരിയ ആണ് കൊക്കൈ. ഇനി അതിൻ്റെ ഷേപ്സ് ഒന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ച പോലെ സ്പിയർ ഷേപ്ഡ് ബാക്ടീരിയ ഈസ് കൊക്കൈ. ബാസിലൈ എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്ഡ് ആണ് ബാസിലൈ. സ്പൈറല്ല ട്വിസ്റ്റഡ് റോഡ് ഷേപ്ഡ് ആണ് സ്പൈറല്ല. വിബ്രിയോ ഒരു കോമ ഷേപ്ഡ്, ഇങ്ങനെ കോമ ഷേപ്ഡ് ആണ് വിബ്രിയോ വരുന്നത്. ഓക്കെ, ബാക്ടീരിയ വിച്ച് കോസ് ഡിസീസ് ആർ കോൾഡ് അനേറോബിക് ബാക്ടീരിയ, ഫൊക്കൾട്ടേറ്റീവ് ബാക്ടീരിയ, എയറോബിക് ബാക്ടീരിയൻ പാത്തജൻസ്. ഏതാണ് ഡിസീസ് കോസിങ് എന്ന് പറയുന്നത്? സോ ദ ആൻസർ ഈസ് പാത്തജൻസ്. നമുക്ക് നോക്കാം. പ്രസൻസ് ഓഫ് ഈക്കോളൈ. ഓക്കെ, പ്രസൻസ് ഓഫ് ഈക്കോളൈ എന്താണ് കാണിക്കുന്നത്? പ്രസൻസ് ഓഫ് പാത്തജൻസ്. ഓക്കെ, ആബ്സെൻസ് ഓഫ് ഈക്കോളൈ, ആബ്സെൻസ് ഓഫ് പാത്തജൻസ്. പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഈക്കോളൈ ഇൻ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഒട്ടും വരാൻ പാടില്ല. ഈക്കോളയുടെ പെർമിസിബിൾ ലിമിറ്റ് അത് 0 തന്നെയാണ്, നില്ലായിരിക്കണം. ഈക്കോളി എന്ന് വെച്ചാൽ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ്, നമ്മൾ പഠിച്ചു ബാസിലസ് ആണ് റോഡ് ഷേപ്ഡ് ഗ്രൂപ്പ്, ഫോക്കൾട്ടേറ്റീവ് ബാക്ടീരിയ. ഓക്കെ, സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റി കൺസിസ്റ്റ് ഓഫ്, നമ്മൾ പഠിച്ചു സസ്പെൻഡഡ് ഡിസോൾഡ്, അതൊക്കെ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൽ എന്തൊക്കെയാണ് വരുന്നത്? ദാറ്റ് ഇസ് അയൺ, ക്ലോറൈഡ്, ബാക്ടീരിയ, ഓൾ. എന്താണ് ഈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൽ വരുന്നത്? ഇറ്റ് ഈസ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സസ്പെൻഡഡ് എന്ന് പറഞ്ഞപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടറിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റി, കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ്, ഡിസോൾഡ് ഇമ്പ്യൂരിറ്റി. സസ്പെൻഡഡ്, കൊളോയിഡ്, ഡിസോൾഡ്. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ ഒരു സൈസ് റേഞ്ച് എത്രയാണ്? 10⁻⁻1 mm to 10⁻³ mm. ഇതാണ് ഒരു സസ്പെൻഡഡ് പാർട്ടിക്കിൾ. ഇവർ വിസിബിൾ ആണോ അല്ലേ നേക്കഡൈയിൽ? അവർ വിസിബിൾ ആണ്. ഇനി കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് എങ്ങനെയാണ്? 10⁻³ mm to 10⁻⁻5 mm. ഇതാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അവർ നോട്ട് വിസിബിൾ. ഇവർ രണ്ടുപേരും നോട്ട് വിസിബിൾ ആണ്. ഓക്കെ, ഡിസോൾഡിൻ്റെ സൈസും കൂടെ നോക്കാം. 10⁻⁻6 mm to 10⁻⁻8 mm. ഈ ഒരു റേഞ്ച് പഠിച്ചു വെക്കുന്നത് നമുക്കൊരു സേഫ് സോണിൽ നിൽക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിസോൾഡ് ഇമ്പ്യൂരിറ്റി കൺസിസ്റ്റ് ഓഫ് വാട്ട്? അയൺ, സിൽറ്റ്, ബാക്ടീരിയ ആൻഡ് ഫഞ്ചൈ. ഡിസോൾഡ് ഇമ്പ്യൂരിറ്റി ഇതിനകത്ത് അയൺ ആണ് അല്ലേ? സോ ഇനി colloidal impurities if associated with organic matter having bacteria become. So colloidal impurities എന്താന്ന് പഠിച്ചു. if associated with organic matter കൂടെ അതിനെ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ will having bacteria become chief source of hardness ആണോ, alkalinity, epidemic and bad taste? It is epidemic. Okay. The phenolic compounds in public water supply should not be more than. Phenolic content എത്ര മാത്രം ആകാനേ പാടുള്ളൂ? 0.1 ppm, 0.01 ppm, 0.001 ppm and this ppm. ഏതാണ് phenolic compoundൽ വരാൻ പാടുള്ളൂ? It is 0.001 ppm. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സാധനത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇൻ വാട്ടർ ഒന്ന് നോക്കി വയ്ക്കാം. നമുക്ക് ടെമ്പറേച്ചർ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ടെമ്പറേച്ചറിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ 10 to 20 degree Celsius. അങ്ങനെയാണെങ്കിൽ കളർ ഏതൊക്കെയാകാം? കളർ ഈസ് വാട്ട്? 5 to 20 milligram per liter. പിന്നെ ടർബിഡിറ്റി എന്താണ്? ടർബിഡിറ്റി എത്ര വരെ വരാം? ടർബിഡിറ്റി ഈസ് 5 to 10 milligram per liter. Now കളർ ആൻഡ് ടേസ്റ്റ് എത്ര വരാം? കളർ ആൻഡ് ടേസ്റ്റ് ദാറ്റ് ഈസ് 3TON. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി എച്ച് എത്ര വരാം? പി എച്ച് 6.5 to 8 വരാം. ഓക്കെ. സോ ഹാർഡ്നെസ്സിൻ്റെ വാല്യൂ എത്ര വരാം? 300 milligram per liter ആണ് ഹാർഡ്നെസ്സിൻ്റെ വാല്യൂ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോറൈഡും സൾഫേറ്റും കൂടെ ഒന്ന് നോക്കാം. ക്ലോറൈഡും സൾഫേറ്റും. ഓക്കെ. ക്ലോറൈഡ്സ് എത്ര വരും? 250 milligram per liter വരും. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ 250 milligram per liter. ഈ കുറച്ച് റേഞ്ച് ഓഫ് വാല്യൂസ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ അയൺ ലെസ് ദാൻ 0.3 ആയിരിക്കണം. അയൺ ലെസ് ദാൻ 0.3 mm ആയിരിക്കണം. 0.3 ppm, mm അല്ല ppm, പാർട്സ് പെർ മില്യൺ. അല്ലെങ്കിൽ എന്താണ് ഈ പാർട്സ് പെർ മില്യൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്താണ്? മില്ലിഗ്രാം പെർ ലിറ്റർ. എല്ലാം സെയിം ആണല്ലേ? സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് ഏതാ ഉള്ളത്? സയനൈഡ് 0.05 ppm ആണ്. സയനൈഡ് 0.05 ppm ആണ്. പിന്നെ ലെഡ് 0.1 ppm. ഓക്കെ. ലെഡ് 0.1 ppm. സോ ഇത്രയുമാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.